ഹലോ എവരി വൺ, ഇന്ന് ഞാൻ പുറത്തു പോകാനൊരു ഗെറ്റപ്പിലാണ്. നോക്കിയപ്പോൾ ക്രീമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തു പോയാൽ നല്ലപോലെ ഞാൻ കറകറാന്നിരിക്കും. അതിനു വേണ്ടി എൻ്റെ കറക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു തലയിലൊരു ഷോളും മുഖത്തും ഫുള്ളായിട്ട് കെട്ടി കവർ ചെയ്തിട്ടാണ് ഞാൻ പുറത്തു പോകാറുള്ളത്. ഇത് ഫസ്റ്റ് ടൈം മാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ നല്ല ചൂടുള്ള സമയമല്ലേ, എപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റും, എപ്പം കറുത്ത് പോകുന്നു പറയാം. അതുകൊണ്ട് കൈയും കറക്കാതിരിക്കാൻ വേണ്ടി ഒരു കോട്ട് ഇട്ടിരിക്കും. പിന്നെ എൻ്റെ ടീഷർട്ട് ഹാഫായി കൊണ്ട് ബാക്കി ഫുള്ളായിട്ട് അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഫിംഗേഴ്സ് ഫുള്ള് ഞാൻ കവർ ചെയ്ത് ആണ് ഗൈസ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. ഇന്ന് മാത്രം എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഫുൾ സെറ്റപ്പാണ്. നോക്കിയപ്പോൾ എന്തിനൊരു കുറവുണ്ടോ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലാസ് കൂടെ വെച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഞാനത് എടുത്ത് ഇന്ന് മാറ്റി വെച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 പേരും ഉണ്ട്. ആ ബാക്കി വരുന്നത് ആ ഫ്രണ്ടിലുള്ള ആളുണ്ടോ, സഞ്ചിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. എങ്ങോട്ട് പോകുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നൊരു സൺഡേ ആകുമ്പോൾ കിട്ടിയ ഒരു സൺഡേ മുതലാക്കാമെന്ന് വിചാരിച്ച, അല്ല എല്ലാ സൺഡേ ഞങ്ങൾ നല്ല തിരക്കാണ്. കിട്ടിയൊരു സൺഡേ ഞങ്ങളൊന്ന് മുതലാക്കണം. എങ്ങോട്ടാണെന്നല്ലേ ചോദിച്ചാൽ വരൂ, എൻ്റെ കൂടെ വന്നാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങോട്ടാണ്. ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പം പറയും എനിക്ക് പേടിയാണ് ഞാൻ കയറുന്നില്ലേ എന്ന് പറഞ്ഞോണ്ടൊരു വിളിയായിരുന്നു അവിടെ. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അതിനകത്ത് കയറ്റിപ്പിച്ചു ഗായ്സ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ ഇന്ന് എന്നാണ്. ഇന്നൊരു സൺഡേ ഇവിടെ എന്നും ഓഫറുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആദ്യമേ ചെന്ന് ഡ്രസ്സിൻ്റെ അവിടെ ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ അത്ര പോരാന്ന് വെച്ചാൽ ഗ്ലാസ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് തന്നെ വെജിറ്റബിൾസിൻ്റെ അവിടെ ആയിരുന്നു പോയത്. ആദ്യമേ ഞാൻ എടുത്തത് കുക്കുമ്പറായിരുന്നു. പക്ഷേ നല്ല ഫ്രഷ് ആയിരുന്നു ഗായ്സ്. പക്ഷേ ഹെൽത്തിനൊക്കെ നല്ല വൈറ്റമിൻ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അതൊരു 1 kg എടുത്തു. ഒരാൾ പറയും എനിക്ക് 2 വേണോന്ന് പറഞ്ഞു. ഞാൻ 2 വേണ്ട 1 എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ 1 എടുത്തെന്നൊക്കെ വന്നു. അത് പോരാന്ന് വെച്ചാൽ അവൾക്കൊരു ജ്യൂസ് വേണമെന്ന്. ആ ജ്യൂസ് എടുക്കാൻ വേണ്ടി നേരെ പുള്ളിക്കരുതേ അവിടെ നിന്നൊരു ജ്യൂസ് എടുത്ത് ജ്യൂസ് മതി ഇത് മതി എന്ന് പറഞ്ഞു. ഇത് മതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെച്ചു. അതും പറ്റുന്നില്ല എന്ന് പറഞ്ഞതേ ചിക്കൻ ബനാന പറഞ്ഞ് പാട്ടും പാടി അവിടെ ഇരിപ്പുണ്ടത്. അപ്പോൾ അതെല്ലാം പാട്ടും പാടി ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ സംഭവം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു വായ്നോട്ടായിരുന്നു. ഈ വായ്നോട്ടി നോക്കിയുള്ള അവസാനമാണ് അവൾ പറഞ്ഞ സംഭവം അവിടെ എത്തി തിന്നുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് തിന്നത്തുള്ളൂ. ആർക്കും വേണമെന്ന് പോലും ചോദിക്കത്തില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, പിള്ളേരല്ലേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.